അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യ അവതാരം എടുത്ത് പാപികളായ മനുഷ്യരെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ആ ലോകത്തിൽ ജീവിച്ചിരുന്ന ജഡ അവതാരം എടുത്ത് ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ വായ് കൊണ്ട് പറഞ്ഞതും യേശു കൈകൊണ്ട് പ്രവർത്തിച്ചതും ആയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ പുസ്തകങ്ങൾ. ഇതിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു പറഞ്ഞ വാക്കാണ്. ആ വാക്ക് നമുക്കൊന്ന് ഉച്ചരിക്കാമോ? യേശു പറഞ്ഞ വാക്കിനെ നമുക്കൊന്ന് പറയാമോ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരുമില്ലാത്തവരാണ്. അപ്പനില്ലാത്തവർ, അമ്മയില്ലാത്തവർ, ഉറ്റവരില്ലാത്തവർ, ഉടയവരില്ലാത്തവർ. ഒരു പക്ഷെ എല്ലാവരും ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന അവർ ഹൃദയം കൊണ്ട് അനാഥത്വം അനുഭവിക്കുന്നവരാണ്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ചേട്ടന്റെ ഭാര്യയെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ മക്കളെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആ ചേട്ടത്തിലുണ്ടല്ലോ, ആ മക്കളുണ്ടല്ലോ, ഇന്ന് രാത്രി അവർ ആരൊക്കെ ഉള്ളതുപോലെയല്ല, ആരുമില്ലാത്തതുപോലെ ഒരു അനാഥത്വം അവർ അനുഭവിക്കുകയാണ്. ഭർത്താവുണ്ട്, അപ്പനുണ്ട്, പക്ഷേ അവരിരിക്കുന്നത് ഒരു അനാഥത്വം അനുഭവിച്ചു. എനിക്കാരുമില്ല. അപ്പനുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ ജീവിതം അനാഥത്വമായിരിക്കുന്ന അനുഭവങ്ങൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അടച്ചു ബന്ധിക്കപ്പെട്ടിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവം. ചുരുക്കി പറഞ്ഞാൽ സ്വതന്ത്രമായി പറക്കുന്ന ഒരു പക്ഷിയെ പിടിച്ചു കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന അനുഭവം. ആ കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ അതിന് താല്പര്യമുണ്ട് സ്വതന്ത്രമായി പറക്കുവാൻ, അതിന് താല്പര്യമുണ്ട് അതിന്റെ ഇണയെ തേടി പോകുവാൻ, അതിന് താല്പര്യമുണ്ട് അത് ഇട്ട് വിരിയിച്ച മുട്ടയിൽ നിന്ന് ഉരുവായ കുഞ്ഞിനോട് കൂടെ ചേർന്ന് ആകാശവിധാനങ്ങളിൽ പറക്കുവാൻ. പക്ഷേ കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് നിമിത്തം അതിന് പറക്കുവാൻ കഴിയുന്നില്ല. അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഓർക്കണമേ, മദ്യപാനത്തിന്റെയും ലഹരിയുടെയും അടിമത്വത്തിനകത്ത് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങളുടെ ഭാര്യയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്ന് സംസാരിച്ചിരിക്കാൻ? എത്രയോ പ്രാവശ്യം സുബോധമുള്ളപ്പോൾ താല്പര്യമുണ്ട് എൻ്റെ ഭാര്യയോടുകൂടെ ചേർന്ന് കവലയിൽ ചെന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി, കുറച്ച് സാധനങ്ങൾ വാങ്ങി, കുഞ്ഞുങ്ങൾക്ക് പലഹാരം വാങ്ങി വീട്ടിലേക്കൊന്ന് വരണമെന്ന് എത്രയോ സന്ദർഭത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തോടുകൂടെ അല്ലേ രാവിലെ ജോലിക്ക് പോയത്? ആ ആഗ്രഹത്തോടുകൂടെ അല്ലേ പകലന്തിയോളമുള്ള മഞ്ഞും മഴയും ചൂടും ഏറ്റ് അധ്വാനിച്ചത്? പക്ഷെ വീട്ടിൽ വരുന്നതിന് മുമ്പ് നിങ്ങളെ ഏതോ ഒരു ശക്തി അടിമപ്പെടുത്തിയിട്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ കഴിഞ്ഞ പകൽക്കാലമുള്ള അധ്വാനങ്ങളെ മുഴുവനും നിങ്ങളിൽ നിന്ന് ആ പൈശാചിക ശക്തി അപഹരിച്ചിട്ട് നിങ്ങളെ ലഹരി കൊണ്ട് പിടിപ്പിച്ച് അടിമയാക്കി. ഏത് ഭാര്യയോടുകൂടെ വൈകുന്നേരം ചെന്ന ഡാർലിംഗ് സ്നേഹത്തോടുകൂടെ ആ ഭാര്യ ഒന്ന് വിളിച്ച് ഒന്ന് സന്തോഷിച്ച് മക്കൾക്ക് പലഹാരം കൊടുത്ത് കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി അവരോടുകൂടെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുവോ, ആ കുഞ്ഞുങ്ങളോട് പക പെരുകുവാൻ തുടങ്ങി. ആ ഭാര്യയോട് പക നിങ്ങളുടെ ഉള്ളിൽ പെരുകുവാൻ തുടങ്ങി. ആ പക പെരുകിയത് നിങ്ങളുടെ ഉള്ളിലെ യാതൊരു ചിന്തകളുമല്ല, നിങ്ങൾ സേവിച്ച, നിങ്ങൾ സ്വീകരിച്ച ആ ലഹരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ലഹരിയുടെ ശക്തിയല്ല, അത് പൈശാചിക ശക്തിയാണ്.
ആ പൈശാചിക ശക്തിക്ക് നിങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ മക്കളുമായി ചേർന്ന് ജീവിക്കുന്നത് ഇഷ്ടമല്ല. എക്കാലവും പിശാച് എന്ന് പറയുന്ന ആ ദുഷ്ടശക്തി ഏത് മനുഷ്യ സൃഷ്ടി മുതൽ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു, മനുഷ്യനെ ഭിന്നിപ്പിക്കുക. ആദ്യത്തെ മനുഷ്യനെ തന്നെ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ഭിന്നിപ്പിച്ച് പരസ്പരം പഴിച്ചാരുവാൻ വേണ്ടി അവരിലേക്ക് പ്രവേശിച്ച പൈശാചിക ശക്തികൾ ഇന്നും വ്യക്തികളെ ഭിന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർക്കണമേ, മദ്യപാനം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹം തോന്നേണ്ട വ്യക്തികളോടെല്ലാം വെറുപ്പ് തോന്നുവാൻ തുടങ്ങുന്നു. അങ്ങനെ വെറുപ്പിന് അധീനരായിത്തീരുന്നു. ഞാൻ കേട്ടിട്ടുള്ള ഒരു നല്ല സാക്ഷ്യമുണ്ട്. കോട്ടയംകാരനായ ഒരു ഷാജിയെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു ഭയങ്കരപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു. ഹൈദരാബാദിൽ ഭയങ്കരപ്പെട്ട ബിസിനസ്സുകാരൻ, കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ആസ്തിയുള്ളവനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ വളർന്നു വന്നപ്പോൾ കൂട്ടുകാർ ധാരാളം ഉണ്ടായി. അവർ പറഞ്ഞു, വാ നമുക്ക് മദ്യപിക്കാൻ പോകാം, ഒരു പുതിയ പദ്ധതി ചെയ്യണമെങ്കിൽ അവിടെ പല ആൾക്കാർ ചേർന്ന് വരും. അവർ കൂട്ടം കൂടുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർക്ക് പറയും, നമുക്കിന്ന് മദ്യപിക്കണം. അങ്ങനെ മദ്യപിക്കുവാൻ വേണ്ടി വലിയ വലിയ ബാർ ഹോട്ടലുകളിൽ കയറി അവർ ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സുകളെല്ലാം തകർന്നു. ഷാജി മദ്യപാനത്തിന് പൂർണ്ണമായി അടിമപ്പെട്ടു. തന്നെ മദ്യപിപ്പിച്ചവരെല്ലാവരും അല്പം മദ്യപിച്ചിട്ട് രക്ഷപ്പെട്ട് ഷാജിയെ പൂർണ്ണമായി മദ്യത്തിൽ മുക്കിയപ്പോ ഷാജി ബിസിനസ് ശ്രദ്ധിക്കാതെയായി. ഷാജിയുടെ സമ്പത്ത് മേഖലകളെല്ലാം തകർന്നു. ഓരോന്നായി നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഹൈദരാബാദ് പട്ടണത്തിൽ കൂടെ ഹല്ലേലൂയ ഉടുവസ്ത്രമില്ലാതെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ആസ്തി ഉണ്ടായിരുന്ന ഷാജി മുണ്ടില്ലാതെ ഷർട്ടില്ലാതെ തെരുവിൽ കൂടെ അലയുമ്പോൾ അവിടെ തൻ്റെ ഒരു സഹോദരി ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്കാരിയായി ഉണ്ടായിരുന്നു. അവൾ കർത്താവിനെ സേവിക്കുന്നവളും ആരാധിക്കുന്നവളുമായിരുന്നു. ഷാജിയെ പലപ്പോഴും വിളിക്കും, ഷാജി പോക്ക് ശരിയല്ല. ഷാജിയുടെ കുടുംബം തകർന്നു, മക്കളെല്ലാം ഇട്ടേച്ചു പോയി, ഭാര്യയെല്ലാം ഇട്ടേച്ചു പോയി. അവസാനം ഷാജിയെ സഹോദരി വിളിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോ ഷാജിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എനിക്ക് മദ്യപിക്കാൻ പണം തരണമെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ വരാം. ഷാജിക്ക് അവർ മദ്യപിക്കാൻ പണം കൊടുക്കും. പക്ഷേ അവനെ രൂപാന്തരപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം സഹോദരിയുടെ വീട്ടിൽ താൻ ഉപദ്രവകാരിയായി ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കയ്യും കാലും കെട്ടി തന്നെ കൊണ്ടുപോയി. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ അദ്ദേഹം ഭയങ്കരമായി പൈശാചിക ശക്തിയാൽ നിറയപ്പെടുവാനിടയായി. കാരണം തന്റെ മദ്യപാനത്തിലേക്ക് നയിച്ച പൈശാചിക ശക്തിക്ക് തന്റെ ഉള്ളിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ആ പ്രാർത്ഥനയെ തന്നെ വിട്ടത് പോയില്ല. അതിനുശേഷം ഈ സഹോദരിയുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. ചില ദിവസങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഈ പ്രാർത്ഥന കഴിയുമ്പോഴും ഷാജി ഒരു ഭ്രാന്തനെ പോലെ മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് അവസാനം ഒരു ഭ്രാന്തനെ പോലെയായി. ഈ ഭ്രാന്തനെ പോലെ ആയ ഷാജി അവസാനം അവന്റെ റൂമിനകത്ത് ഒതുക്കിയിട്ട് പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഷാജി അവിടെ എഴുന്നേറ്റിരുന്നിട്ട് ഷാജിയുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഇനി എന്തായാലും ഇവർ പ്രാർത്ഥിക്കുന്നതിനോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത വന്നിട്ട് അവൻ റൂമിന്റെ വാതിലിൽ മുട്ടി. ഇവർ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിനി പ്രാർത്ഥിക്കണം. കാരണം ദിവസങ്ങളോളം മുറിക്കകത്ത് അവർ പൂട്ടിയിട്ടു. പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തു വന്നിരുന്ന ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഷാജി യേശു എന്ന് വായി തുറന്ന് വിളിക്കാൻ തുടങ്ങിയതും ഷാജി കണ്ടു, തൻ്റെ ശരീരത്തിൽ തന്നെ പോലെ കൈയുള്ള, തന്നെ പോലെ തലയുള്ള, തന്നെ പോലെ കാലുള്ള ഒരു കറുത്ത മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് താൻ തന്നെ കാണുവാനിടയായി. ഒരു പൈശാചിക ശക്തിയായിരുന്നു. ആ നിമിഷം മുതൽ മദ്യത്തോടുള്ള ആകാംക്ഷ തന്നിൽ നിന്ന് മാറി. താൻ വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് മദ്യപാനം വേണ്ട, എനിക്ക് യേശുവിനെ മതി. ഓർക്കണമേ, എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലലഞ്ഞ ഷാജിയെ യേശു രക്ഷിച്ച് യേശുവിന്റെ സാക്ഷിയാക്കി നിർത്തിയെങ്കിൽ ഈ സന്ധ്യാവേളയിൽ യേശുവിന്റെ വാക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നു. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ സമ്പത്ത് യേശുവിന് വേണ്ട, നിങ്ങളുടെ പണം
യേശുവിന് വേണ്ട, ഇവിടെ ഫീസ് ഒന്നുമില്ലല്ലോ, ഒരു പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല, ഒരു മതചിഹ്നവും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു രക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തലമുറകൾ അനാഥമായി കിടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരും അനാഥമായി കിടക്കുമ്പോൾ, ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ കുടുംബത്തോടും മക്കളോടും ചേർന്ന് യേശു എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ആ അകത്തെ മനുഷ്യന്റെ സന്തോഷം പ്രകടിപ്പിച്ച് ആനന്ദത്തോടുകൂടെ വൈകുന്നേരം ഉച്ചയ്ക്കുമൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു ജയകരമായ ജീവിതം നിങ്ങൾ നയിക്കുവാൻ യേശു ക്രിസ്തു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു നോക്കിയേ. എല്ലാവരും ചേർന്ന് കരം ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞു നോക്കിയേ. ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക് യേശുവിന് മഹത്വം കൊടുക്കുന്ന വാക്കാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പല മതവിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അവിടെയൊക്കെ നമ്മൾ നേർച്ച നടത്താറില്ലേ? അവിടെയൊക്കെ നമ്മൾ വഴിപാടുകൾ നടത്താറില്ലേ? പണം കൊടുക്കാറില്ലേ? ഈ പണം കൊടുക്കുന്നതിന് പകരം ഒരു പൈസയും ചെലവില്ലാതെ യേശുവിന് കൊടുക്കുന്ന ആ സന്തോഷത്തിന്റെ ഹല്ലേലൂയ സ്തോത്ര ദാനമാണ് ഹല്ലേലൂയ എന്നുള്ള പദം. എല്ലാവർക്കും അങ്ങനെയെങ്കിൽ യേശുവിന് വേണ്ടി നമുക്ക് സന്തോഷത്തോടെ ഹല്ലേലൂയ കൊടുക്കാമോ? ആ രണ്ട് കരങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. ചേർന്നോട് ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചു നോക്കിയേ. ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ച് ഹല്ലേലൂയ. യേശുവിനെ കാണണമെന്ന് പറഞ്ഞ കരങ്ങളെ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ ലോകത്തിൽ ബന്ധങ്ങളാണ് നമ്മെ അനാഥത്വത്തിൽ നിന്ന് മാറ്റുന്നതെങ്കിൽ ആ ബന്ധങ്ങൾ നമുക്ക് ഏതുവരെ മാത്രമേ ഉള്ളൂ എന്നറിയാമോ? ശവക്കല്ലറ വരെ മാത്രമേ ആ ബന്ധങ്ങളുള്ളൂ. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ അവിടെ തീരുകയാ. ആ പൂവോ മണ്ണോ വാരിയിട്ട് കരഞ്ഞ് വേദനപ്പെട്ട് മടങ്ങി വന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ബന്ധത്തെ പലപ്പോഴും നമുക്ക് ഓർക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഉറ്റവർ പലരും അതുപോലെ മരിച്ചിട്ടില്ലേ? മരിച്ചിട്ടുള്ളവരുണ്ടല്ലോ. അവർ കിടക്കുന്നത് എവിടെയാ? അവരെവിടെ കിടക്കുന്നേ? 6 അടി നീളവും 2.25 അടി വീതിയുമുള്ള ആ കുഴിക്കകത്താണോ? അങ്ങനെയെങ്കിൽ എനിക്ക് അവരെ കുറിച്ച് സങ്കടം തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അവർ മരിച്ചത്? അവർ കിടക്കുന്ന സ്ഥലത്ത് വെളിച്ചമുണ്ടോ? വെളിച്ചമുണ്ടോ? നിങ്ങൾ പ്രാണന് തുല്യം സ്നേഹിച്ചവരല്ലേ? അവർ കിടക്കുന്ന സ്ഥലത്ത് കാറ്റുണ്ടോ? കാറ്റുണ്ടോ? ഇല്ല. അവർ കിടക്കുന്ന സ്ഥലത്ത് മരങ്ങളുണ്ടോ? എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നിവരാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ?
ഇല്ല. അവരവിടെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ അവരെ ഓർത്ത് ഞാൻ ഭയങ്കരമായി ദുഃഖിക്കുന്നു. അവർ കിടക്കുന്നത് അവിടെയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായി കരയണം. നമുക്ക് മരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അവിടെ ഇരുട്ടാണ്, അവിടെ വെളിച്ചമില്ല, അവിടെ വായു ഇല്ല, അവിടെ ബന്ധങ്ങളില്ല, ഒറ്റപ്പെട്ട് കിടക്കല്ലേ. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. മരിച്ചിട്ട് ഇല്ല. മരണത്തിനു മുമ്പ്, മരിച്ചതിന് ശേഷം എവിടെ പോകണം എന്ന് നമ്മൾ ചിന്തിക്കണം. മരിച്ചതിന് ശേഷം 2 സ്ഥലങ്ങളിൽ നമുക്ക് പോകാം. രണ്ട് വഴികളേ ഉള്ളൂ. ഈ ബൈബിളിൽ ആ 2 വഴികളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലാണ്. ഈ 2 വഴികളിലും കൂടെ പോയവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാപം ചെയ്ത് മദ്യപിച്ച് ദൈവഭയമില്ലാതെ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ ചെല്ലുന്നത് നരകത്തിലേക്കാണ്. ആ നരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട്. എന്നാൽ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ചു. ആരും ക്രിസ്ത്യാനിയാവണ്ട കേട്ടോ. ക്രിസ്ത്യാനിയാവാനല്ല, രക്ഷകനെ ഉള്ളിൽ സ്വീകരിക്കും. ഹല്ലേലൂയ. ഇത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല, സകല മാനവരാശിയുടെ രക്ഷയുടെ മാർഗമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സകല മനുഷ്യരുടെ രക്ഷകനാണ് യേശു. ഹല്ലേലൂയ. ഈ യേശുവിനോട് പറയണം, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇനി എനിക്ക് മദ്യപാനം വേണ്ട, ഇനി എനിക്ക് പാവപ്രവൃത്തി വേണ്ട, നരകത്തിലേക്ക് എനിക്ക് പോകണ്ട. എനിക്ക് എൻ്റെ മക്കളും എൻ്റെ കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കണം. യേശുവേ എന്നെ അങ്ങയുടെ രാജ്യത്ത് ചേർത്തുകൊള്ളണേ. യേശുവെ എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് നമ്മൾ യേശുവിനോട് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പുണ്യ സ്ഥലത്തും പോകണ്ട, വണ്ടിയൊന്നും പിടിച്ചെങ്ങും പോകണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് യേശു ഇറങ്ങി വരും. അയ്യോ നീ മദ്യപാനിയാണല്ലോ, നിന്നെ എനിക്ക് വേണ്ട, യേശു എന്ന് പറയില്ല. ലോകത്തിൽ എല്ലാ ദേവന്മാരെ കുറിച്ച് പഠിപ്പിച്ചാൽ അവർ നീതിമാന്മാരെയാണ് രക്ഷിക്കാൻ വന്നത്. ഞാൻ പറയുന്ന രക്ഷകനായ യേശു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. മദ്യപാനികളെ രക്ഷിക്കുവാൻ യേശു ഈ ലോകത്തിൽ വന്നു. വ്യഭിചാരികളെ രക്ഷിപ്പാൻ യേശു ഈ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. ലഹരിക്ക് അടിമപ്പെട്ടവരെ വിടുവിപ്പാൻ യേശു ഈ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും മദ്യപിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കൊലപാതകത്തിന് കൂട്ടുനിന്നവരായിരിക്കാം. ആ കൊലപാതകത്തിൽ നിങ്ങൾ പങ്കാളിയായിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോലും യേശു തള്ളിക്കളയില്ല. ഇനി ഞാൻ അങ്ങനെ ഒരു ചിത്തപ്രവൃത്തികളിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. വചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് അബ്രഹാം പിതാവിന്റെ മടി എന്നറിയപ്പെടുന്ന ആ സ്വർഗീയ പർദീസിലേക്ക് നമ്മെ ചേർത്ത് കൊണ്ടുപോകും. ഹല്ലേലൂയ. മരണം അവസാനമല്ല. മരണം എന്നത് ഇവിടെ ഒരു ചാർട്ട് കണ്ടു. നോക്കൂ, ഒന്നൊന്ന് വരാമോ? നിങ്ങളിത് പഠിപ്പിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഇതിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേഹം, അതാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ദേഹം. അടുത്തൊന്ന് എന്തോ ദേഹി, ഇനിയൊന്ന് ആത്മാവ്. ദേഹം മരിച്ചു കഴിഞ്ഞതുപോലെ എനിക്ക് ബ്ലാങ്ക് ആയിരിക്കും. ഇതിനകത്ത് മനസ്സില്ല, ഇതിനകത്ത് വികാരങ്ങളില്ല, മറ്റുള്ള അവബോധങ്ങളില്ല, മനസാക്ഷിയില്ല, കൂട്ടായ്മയില്ല, ആത്മാവുമില്ല. മരിച്ചു കഴിഞ്ഞാൽ കണ്ടോ, വെറും ദേഹം മാത്രം. ഇതെവിടേക്ക് പോകും? മണ്ണിലേക്ക് പോകും. എന്നാൽ ദേഹി അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ നമുക്കൊരു മനസ്സുണ്ട്, നമുക്ക് ചിന്തകളുണ്ട്. ഞാൻ ഈ പ്രസംഗിച്ചപ്പോൾ ചേട്ടൻ കരഞ്ഞെന്തിനെന്നറിയാമോ? ഈ ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തൻ്റെ മനസ്സാക്ഷി തന്നെ ഉണർത്തിക്കൊണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ കഴിഞ്ഞ നാളുകളിൽ രക്ഷപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് കഴിയാതെ പോയി. അതിനോർത്താ താൻ കരയുന്നത്. ഹല്ലേലൂയ. അത് തൻ്റെ ദേഹിയെ ഉണർത്തുന്ന
ആത്മാവും തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടായ അപബോധം നിമിത്തമാണ് തൻ്റെ മനസ്സാക്ഷി നൊന്തിട്ട് താൻ കരയുവാനിടയായി തീർന്നത്. നോക്കണം, ദേഹം ജീവൻ പോയാൽ മണ്ണിൽ കുഴിച്ചിടപ്പെടും, പക്ഷേ ആത്മാവിന് മരണമില്ല. അത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിൽ ചെന്നാൽ നമ്മൾ കർത്താവിനോടുകൂടെ നിത്യമായി വസിക്കുവാനിടയിൽ. എൻ്റെ സമയം കഴിഞ്ഞു എങ്കിലും അനുവാദത്തോട് 5 മിനിറ്റ് സമയം ഞാൻ അപഹരിക്കുകയാണ്, ക്ഷമിക്കണം. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ജേക്കബ് മാത്യു എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിയാറ്റിൻകര താലൂക്കിൽ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തൃസേവ നിമിത്തം ആയിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദാസന്റെ ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹം നിമിത്തം മദ്യപാനികളോടും ലഹരിക്കടിമപ്പെട്ടവരോട് യേശുവിനെ കുറിച്ച് പറയണമെന്നൊരു ആഗ്രഹത്തോടു കൂടെ ലഹരി വിരുദ്ധ ട്രാക്റ്റുകളും സുവിശേഷ പ്രതികളും ഒരു മെറ്റഡോർ വണ്ടിയിൽ കയറ്റി, അന്ന് മഹേന്ദ്ര ഉണ്ടാകുന്നതിന് മുമ്പ് മെറ്റഡോർ വണ്ടി കയറ്റി അവിടുത്തെ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും ഒരു സൗണ്ട് കടയിൽ നിന്നും കുറച്ച് ബോക്സും കോളാമ്പിയൊക്കെ വാരിക്കെട്ടി അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം ഈ കോട്ടയത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഓരോ ജംഗ്ഷനുകളിലും നിർത്തി ലഹരിക്ക് വിരോധമായി ബോധവൽക്കരണം നടത്തി അവർ കടന്നു വന്നു. അവസാനം ചില ദിവസങ്ങൾക്ക് ശേഷം കോട്ടയത്ത് അവർ ഉദ്ദേശിച്ച ഗ്രാമത്തിൽ അവരുടെ വണ്ടി വന്നു നിന്നു. ആ തെങ്ങൻ തോട്ടത്തിൽ വണ്ടി വന്നു നിന്നപ്പോൾ അന്ന് മുതൽ 3 ദിവസത്തെ മീറ്റിംഗ് ആ സ്ഥലത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. അന്ന് ഈ സൈക്കിളും മൈക്കും ഒന്നും ആർക്കും കണ്ടിട്ടില്ലാത്ത കാലം ഒരു വണ്ടി ഗ്രാമത്തിൽ വന്ന് നിന്നപ്പോൾ അവിടെ പുനീത് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ബാലൻ അത് കണ്ടിട്ട് ഓടി വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു ആടുണ്ടായിരുന്നു, ആടിൻ്റെ കയറുണ്ടായിരുന്നു. ഈ ആടിൻ്റെ കയറ് അവനെ അസഹ്യപ്പെടുത്തിയത് കൊണ്ട് ദൂരെ ഒരു തെങ്ങിൽ കൊണ്ട് കെട്ടിയിട്ട് അവൻ വേഗത്തിൽ ഈ മൈക്ക് സെറ്റ് ഈ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് അവരെല്ലാം, അപ്പോൾ മറ്റുള്ള സഹോദരന്മാർ ചിലരൊക്കെ ആ മീറ്റിങ്ങിനെ കുറിച്ച് വിളംബരം ചെയ്യാൻ വേണ്ടി പോയി, ചിലരൊക്കെ വൈകുന്നേരത്തെ മീറ്റിങ്ങിന് വേണ്ടി സിസ്റ്റങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ ആ ബോക്സിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി, വണ്ടിയിൽ നിന്ന് തൊട്ട് നോക്കിയിട്ട് ജേക്കബ് മാത്യുവിനോട് അവൻ ചോദിച്ചു, അങ്കിൾ എനിക്കൊരു പാട്ട് പാടാൻ മൈക്ക് തരുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു പാട്ട് പാടാൻ മൈക്ക് തരുമെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ ജേക്കബ് മാത്യു പറഞ്ഞു, പോടാ നിനക്ക് മൈക്ക് തരില്ല. ഷർട്ടിടാത്ത ഈ അവൻ്റെ വേഷം എന്ന് പറഞ്ഞ പിൻഭാഗം കിഴിഞ്ഞ ഒരു നിക്കർ, ഷർട്ടിട്ടില്ല, തലയിൽ എണ്ണ തേച്ചിട്ട് മാസങ്ങളായി. ഈ മൂക്കിൽ നിന്ന് മൂക്കള ഒഴുകിയിട്ട് ഇങ്ങനെ തുടച്ചു കളഞ്ഞ പാട് ഈ ഭാഗത്തൂടെ ഉണ്ട്. അവിടെ ഈച്ചയൊക്കെ വന്നിരിപ്പുണ്ട്. അവനാ വന്ന് ചോദിക്കുന്ന, അങ്ങളെ എനിക്കൊരു പാട്ട് പാടാൻ മൈക്ക് തരുമോ? അവരവനെ നന്നായി കളിപ്പിച്ചു. നിനക്ക് തരണ്ട, പൊടാ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. പക്ഷേ അവൻ പോകുന്ന ലക്ഷണമില്ല. അവൻ പിന്നെയും വന്നിച്ചു, അങ്കിൾ എനിക്കൊരു പാട്ട് പാടാൻ മൈക്ക് തരുമോ? എനിക്ക് പാട്ട് പാടാൻ മൈക്ക് തരുമോ? അവസാനം ജേക്കബ് മാത്യു പറഞ്ഞു, നിനക്ക് പാട്ട് പാടാൻ മൈക്ക് തരാം, നീ ഹിന്ദുക്കളുടെ പാട്ട് പാടുമോ? അവൻ പറഞ്ഞു, ഇല്ല അങ്കിൾ എനിക്കറിയില്ല. നീ മുസ്ലിങ്ങളുടെ പാട്ട് പാടുമോ? ഇല്ല അങ്കിൾ എനിക്കത് അറിയില്ല. നീ നാടകഗാനം പാടുമോ? ഇല്ല അങ്കിൾ എനിക്കറിയില്ല. നീ സിനിമ പാട്ട് പാടുമോ? ഇല്ല അങ്കിൾ ഞാനത് പാടില്ല. എന്നാൽ ആ സമയത്ത് അവർ ചോദിച്ചു, പിന്നെ നീ ഏത് പാട്ട് പാടും? ഹിന്ദുക്കളുടെ പാട്ട് പാടാൻ അറിയില്ല, മുസ്ലിങ്ങളുടെ പാട്ട് പാടാൻ അറിയില്ല, നാടകഗാനം പാടാൻ അറിയില്ല, സിനിമ പാട്ട് പാടാൻ പോടാ ഒടിച്ചുകൂടാന്ന്. അപ്പോഴും പറഞ്ഞു, അങ്കിൾ യേശുവിനെ കുറിച്ച് ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചോദിച്ചു. ആ കുഞ്ഞിൻ്റെ വസ്ത്രം ഞാൻ പറഞ്ഞു ഉടുപ്പിട്ടിട്ടില്ല, നിക്കറിൻ്റെ പിൻഭാഗം മുഴുവൻ കീറിപ്പോയി. ആ പൂക്കളെ ഇങ്ങനെ വലിച്ചു വെച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ബാല്യകാലത്തെ ഈ സംഭവത്തോട് ചേർന്ന് ഞാൻ ഓർക്കാറുണ്ട്. വയറ് ഒട്ടിക്കിടക്കുകയാണ്. അവസാനം അവർ ഇവൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഒരു മൈക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ കണ്ണടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പാടി, എന്നോ ഞാൻ ചേർന്നിടുമോ പരശുദ്ധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരശുദ്ധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരശുദ്ധനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ
വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ആ പാട്ട് ആദ്യം മുതൽ അവസാനം വരെ പാടി അവിടെ നിന്ന് ദൈവദാസന്മാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു ആത്മസാന്നിധ്യം ആ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു. ജേക്കബ് മാത്യു പറഞ്ഞു, മോനെ വൈകുന്നേരം വരണം, നിനക്കിനിയും പാട്ട് പാടാൻ മൈക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, വൈകുന്നേരം വരുമ്പോൾ നിന്റെ പപ്പയെ വിളിച്ചുകൊണ്ട് വേണം. അവൻ പറഞ്ഞു, എനിക്ക് പപ്പയില്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട് ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞ എൻ്റെ പപ്പയെ ചെറിയ ഓർമ്മ എനിക്കുള്ളൂ. എൻ്റെ പപ്പ മദ്യപിച്ച് മരിച്ചുപോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴി. അതിനുശേഷം പറഞ്ഞു, നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം. അവൻ പറഞ്ഞു, അമ്മയെ വിളിച്ചുകൊണ്ട് വരാം, ചേച്ചി വിളിച്ചുകൊണ്ട് വരാം, കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാം. അവർ പറഞ്ഞു, വൈകുന്നേരം വരുമ്പോൾ നല്ല ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് വരണം. അവർ പറഞ്ഞു, അങ്കിൾ എനിക്ക് നല്ല ഷർട്ടില്ല അങ്കിൾ, എനിക്ക് കീറാത്ത നിക്കറില്ല അങ്കിൾ. അവർ പറഞ്ഞു, അതില്ലേലും കുഴപ്പമില്ല, വൈകുന്നേരം പോവാം, ഒരു പാട്ട് പാടാൻ അവസരം തരാം. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു വണ്ടിയിൽ നിന്ന് രണ്ട് ഇഷ്ടിക വീതം എടുത്ത് താഴേക്കിട്ട് കൊടുക്കുമ്പോൾ സാഹസികമായി ഒരുവൻ പിടിച്ചടുക്കി വെക്കുന്നത് കണ്ടവൻ നോക്കിക്കൊണ്ടിരുന്ന ആ ബാലൻ ഒരു പോസ്റ്റിൽ ചാരി നിൽക്കുമ്പോൾ വളവ് തിരിഞ്ഞു വന്ന ഒരു അംബാസഡർ കാർ പെട്ടെന്ന് ലോറിയെ കണ്ട് തിരിക്കുമ്പോൾ ആ പോസ്റ്റിൽ ചെന്നടിച്ചു. അവൻ ചില മിനിറ്റുകൾക്ക് മുമ്പ് പാടി, ഇന്നു ഞാൻ ചേർന്നിടുമേ പരിശുദ്ധനെ, ഇന്നു ഞാൻ ചേർന്നിടുമേ. ഓർക്കുക, മരണം നിശ്ചയമാണ്. മരണം കഴിഞ്ഞാൽ നമ്മൾ ചേരുന്ന ഇടം പ്രാധാന്യമാണ്. നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യരാജ്യത്തിലേക്ക് ചേർക്കുവാൻ യേശു ശക്തനായ ദൈവമാണ്. അവന്റെ അടക്ക ശുശ്രൂഷയിൽ അവന്റെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, മോനെ പുനീതേ, നീ പട്ടിണിയില്ലാത്ത നാട്ടിലേക്ക് പോയി. ആഴ്ചയിൽ ഒരിക്കൽ ചർച്ചിൽ വരുമ്പോൾ അവിടെ നിന്നും ആഹാരം കഴിച്ച് വയറ് നിറച്ചിരുന്നവൻ ഒരു പനയോല കൊണ്ടുള്ള കുടിലായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാവരും മാറ്റി നിർത്തിയ പുനീതനെ യേശു തന്നോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി തൻ്റെ രാജ്യത്തിലേക്ക് ചേർത്ത് കൊണ്ടുപോകുവാനിടയായി. നിങ്ങൾ ഇവിടെ നിന്നും രക്ഷ പ്രാപിച്ച് രക്ഷകനായ യേശുവിനോടുകൂടെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ തലമുറകളുമായി ഒരുമിച്ച് സന്തോഷിക്കും. നിശ്ചയം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഈ നിമിഷമായാൽ യേശുവിനെ കൂടാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. യേശുവിനെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ യേശു ഇന്ന് ഈ സമയം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും. ചേട്ടന്മാരെ കണ്ണുകൾ അടയ്ക്കുക, അനുജന്മാരെ കണ്ണുകൾ അടയ്ക്കുക, പിതാക്കന്മാരെ കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് യേശുവേ എന്ന് വായി തുറന്നു പറയാം. എല്ലാവരും വായി കൊണ്ട് യേശു എന്ന് പറഞ്ഞേ, വായി തുറന്നു പറ, യേശു എന്റെ ജീവിതത്തിലേക്ക് വരണമേ, യേശു എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശു എന്റെ ഉള്ളിലേക്ക് വരണമേ, യേശു അവിടെ തന്നെ സഹായിക്കണമേ, യേശു അവിടെ തന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.